നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വെള്ള നീല റേഷൻ കാർഡ് ആളുകൾക്കുള്ള സന്തോഷ വാർത്തയുമായിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ മീഡിയസ് വന്നിട്ടുള്ളത്. അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള മതരാഷ്ട്രീയക്കാരും നമ്മുടെ ചാനൽ വരുന്നതല്ല. ഗവൺമെന്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെന്റ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിൽ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ പുതിയ അറിയിപ്പുകളും പുതിയ നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. വെള്ള നീല റേഷൻ കാർഡിലുള്ള ആളുകൾക്ക് ഇനി ചുവപ്പിലേക്ക് BPL കാർഡിലേക്ക് മാറാനുള്ള ഒരു അവസരം ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. സർക്കാർ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ചുവപ്പിലേക്ക് മാറാൻ ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. സർക്കാർ പറയുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ആദ്യം നോക്കാം. 1000 സ്ക്വയർ ഫീറ്റ് താഴെയുള്ള വീടുകളുള്ള ആളുകളായിരിക്കണം. അതായത് മുനിസിപ്പാലിറ്റിയിലെ അല്ലെങ്കിൽ പഞ്ചായത്തിലെ സെക്രട്ടറി ഒപ്പിട്ട് നൽകുന്ന 1000 സ്ക്വയർ ഫീറ്റ് താഴെ വീടുള്ള ആളുകളായിരിക്കണം. അതുപോലെ തന്നെ പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ ഏതെങ്കിലും സർക്കാർ ആനുകൂല്യങ്ങൾ നേടി വീട് വെച്ചവരാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് നൽകണം. വിധവകളാണ് കുടുംബനാഥയെങ്കിൽ 21 വയസ്സുള്ള മക്കളില്ലാന്നുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ നിന്നും കൈപ്പറ്റണം. BPL ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളാണെങ്കിൽ അതിന്റെയും സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ നിന്നും കൈപ്പറ്റണം. അതുപോലെ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ആസ്മ അല്ലെങ്കിൽ അങ്ങനെ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന അസുഖമുള്ള ആളുകളാണെങ്കിൽ അതിന്റെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. കുടുംബത്തിൽ ആർക്കെങ്കിലും അംഗവൈകല്യമുള്ള ആളുകളാണെങ്കിൽ അംഗവൈകല്യം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അങ്ങനെ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നമുക്കുള്ളത് അതിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ഓൺലൈനിൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് BPL കാർഡ് ലഭിക്കും. ചുവപ്പ് റേഷൻ കാർഡോ അല്ലെങ്കിൽ മഞ്ഞ റേഷൻ കാർഡോ നമുക്ക് ലഭിക്കുന്നതാണ്. ഓൺലൈനിലായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. കഴിഞ്ഞ മാസങ്ങളിൽ സർക്കാർ തലങ്ങളിൽ ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകളുടെ വീടുകളിൽ സന്ദർശനം നടത്തുകയും ഒരുപാട് കാർഡുകൾ വെള്ളയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരുപാട് അവസരം വന്നിട്ടുള്ളത്. അർഹതയുള്ള എല്ലാ ആളുകളും ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷ സമർപ്പിക്കുന്നത് കൂടെ തന്നെ നമ്മൾ മുകളിൽ പറഞ്ഞ എല്ലാ സർട്ടിഫിക്കറ്റുകളും നമുക്ക് ലഭിക്കാവുന്ന മുഴുവൻ സർട്ടിഫിക്കറ്റുകളും നൽകുക. അതിനുശേഷം ഓൺലൈൻ വെരിഫിക്കേഷൻ നടക്കുകയും അതിനുശേഷം ഒരു അന്വേഷണം നടക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും നമുക്ക് റേഷൻ കാർഡ് അനുവദിക്കുക, ചുവപ്പ് റേഷൻ കാർഡ് അനുവദിക്കുക. ഇന്ന് മുതൽ ഈ ഒരു മാസം 24 തീയതി മുതൽ നവംബർ 24 തീയതി മുതലാണ് ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ ജനസേവന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ CSI പോലത്തെ ഓൺലൈൻ സെന്ററുകൾ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. നമുക്ക് സ്വന്തമായിട്ടും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ ഇങ്ങനെ അപേക്ഷ സമർപ്പിച്ച ഏകദേശം 80% ആളുകൾക്കും ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറാനുള്ള അവസരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. അർഹതയുള്ള എല്ലാ ആളുകളും അപേക്ഷിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായ വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.